أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وآية لهم الأرض الميتة أحييناها فأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. صدق الله العلي العظيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്ത് യാസീൻ 33 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് പാരായണം ചെയ്യപ്പെട്ടത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ആ ഒരു മനുഷ്യൻ്റെ ഉദാഹരണം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ശേഷമുള്ള ആ ജനതയുടെ നാശത്തിന് അള്ളാഹുവിനൊരു സൈന്യത്തെ ഇറക്കേണ്ടതില്ല, ഒരൊറ്റ ശബ്ദം, ഒരു ഘോര ശബ്ദത്തിലൂടെ അവരെ മുഴുവൻ അള്ളാഹുവിന് വേണമെങ്കിൽ നിശേഷം നശിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രസ്താവിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ മനുഷ്യരുടെ ഒരവസ്ഥ പറയുന്നു. അവർക്ക് ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്നെത്തുമ്പോഴേക്കും അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും നിഷേധിക്കുകയുമാണ് ചെയ്യുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പ് ഒരുപാട് തലമുറകളെ നശിപ്പിച്ചിട്ടുണ്ട്. അതിന് കാരണം അവർ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞതാണ് എന്നും പിന്നീട് ഇവരുടെ എല്ലാവരുടെയും മടക്കം അവസാനം അള്ളാഹുവിൻകൽ ഇവരൊക്കെ ഹാജരാകും എന്നും പ്രസ്താവിക്കുന്നു. അതിനുശേഷം ഇനി ബുദ്ധിപരമായ ചില തെളിവുകൾ, അതായത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിനും അവൻ്റെ അപാരമായ ശക്തി വിശേഷണങ്ങൾക്കും തെളിവുകൾ സമർപ്പിക്കണം. അതിൽ ആദ്യം സമർപ്പിക്കുന്ന തെളിവ് ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു അഹ്യൈനാഹ വ അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. ഈ ജനത്തിന് ഒരു തെളിവാണ് ഭൂമി, നിർജീവമായ ഭൂമി. അൽ അർളുൽ മൈതത്തു അഹ്യൈനാഹ, നാം അതിനെ സജീവമാക്കി. വ അഖ്റജ്നാ മിൻഹാ ഹബ്ബൻ, അതിൽ നിന്ന് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു. ഫമിൻഹു യഅകുലൂൻ, അതാണ് ഇവർ ഭക്ഷിക്കുന്നത്. വജഅൽനാ ഫിഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ, നാം അതിൽ നിന്ന് മിൻ നഖീലിൻ വ അനാബിൻ. വജഅൽനാ ഫിഹാ ജന്നാത്തിൻ മിൻ നഖീലിൻ വ അനാബിൻ, നാം അതിൽ നിന്ന് ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും തോട്ടങ്ങളുണ്ടാക്കി ആ ഭൂമിയിൽ. വഫജ്ജർനാ ഫിഹാ മിനൽ ഉയൂൻ, കൂടാതെ അതിൽ നീരുറവകൾ പ്രവഹിപ്പിച്ചു. ലിയഅകുലൂ മിൻ സമരിഹി, അവർ അതിൻ്റെ ഫലം ഭക്ഷിക്കാൻ, ഈ ഈത്തപ്പനയുടെയും മുന്തിരിയുടെയും ഒക്കെ ഫലങ്ങൾ ഭക്ഷിക്കാൻ. വമാ അമിലതു ഹൈദീഹിം, അതോടൊപ്പം സ്വന്തം കരങ്ങളാൽ, ഇവ രണ്ടർത്ഥം ഇതിന് പറയാം. ഒന്ന്, അവർ സ്വന്തം കരങ്ങളാൽ ഭക്ഷിച്ചതും സ്വന്തം കരങ്ങളാൽ പ്രവർത്തിച്ചുണ്ടാക്കിയതും എന്നും പറയാം. അല്ലെങ്കിൽ നിഷേധാർത്ഥത്തിൽ ഇതൊന്നും അവർ സ്വന്തം കരങ്ങളാൽ അല്ലല്ലോ എന്നും പറയാം. വമാ അമിലതു ഐദിഹിം, ഇതൊന്നും ഇവർ സ്വന്തം കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതല്ലല്ലോ, മറിച്ച് അള്ളാഹുവാണല്ലോ ഇത് സൃഷ്ടിച്ചത്. അഫലാ യഷ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നില്ലേ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിനെയും ഇണകളായി സൃഷ്ടിച്ചത്, ആ സൃഷ്ടിച്ച അള്ളാഹു പരിശുദ്ധനാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു. മിമ്മാ തുംബിത്തുൽ അർള്, ഈ ഭൂമിയിൽ മുളക്കുന്ന സകല സസ്യങ്ങളിലും. വമിൻ അൻഫുസിഹിം, മനുഷ്യരുടെ തന്നെ വർഗത്തിലും. വമിമ്മാ ലാ യഅലമൂൻ, ഇവരറിഞ്ഞുകൂടാത്ത മറ്റ് സംഗതികളിലും ഇണകളായി ജീവികളെ സൃഷ്ടിച്ചവൻ എന്നാണ്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുംബിത്തുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ, ഭൂമിയിൽ മുളക്കുന്നതും മനുഷ്യവർഗത്തിൽപ്പെട്ടതും അതുപോലെ ഇവർക്കറിയാത്തതുമായ പല സംഗതികളിലും ഇണകളെ സൃഷ്ടിച്ച അവൻ
പരിശുദ്ധനാകുന്നു, സകല ന്യൂനതകളിൽ നിന്നും മുക്തനാകുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വത്തിനും അവൻ്റെ പരമാധികാരത്തിനും ഈ ഭൂമിയിലെ അവൻ്റെ സകല ഗുണവിശേഷങ്ങൾക്കും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ സകല ഗുണവിശേഷങ്ങൾക്കുമുള്ള തെളിവുകൾ സമർപ്പിക്കണം. ഭൂമിയിൽ നിന്നുള്ള തെളിവുകളാണ് സമർപ്പിക്കുന്നത്. ഒന്നാമതായി പറയുന്നത്, ഇവർക്ക് ഒരു നിർജീവമായ ഭൂമിയെ അവൻ പുനരുജ്ജീവിപ്പിച്ചു കൊടുത്തു. ഏകദൈവത്വം മാത്രമാണ് സത്യം, ബഹുദൈവത്വം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളൊരു ദൃഷ്ടാന്തം ആയിട്ട് പറയുന്നത് നിർജീവമായ ഭൂമിയെ അള്ളാഹു ജീവിപ്പിച്ചു എന്നതാണ്. അപ്പോൾ ഈ ഭൂമിയെ സംബന്ധിച്ച് നമുക്കറിയാം, അതിന് എത്ര തന്നെ ഊഷരമായി കിടക്കുന്ന ഒരു ഭൂമിയാണെങ്കിലും അതിലൊരു മഴ വർഷിക്കുമ്പോൾ എവിടെ നിന്നോ ചെടികളും സസ്യങ്ങളുമൊക്കെ മുളച്ച് പൊന്തുന്നത് കാണാൻ സാധിക്കും ഒരൊറ്റ മഴ കൊണ്ട്. വാസ്തവത്തിൽ ശരിക്കും മനുഷ്യൻ ആലോചിച്ചാൽ ആ ഒരു മഴ മാത്രം കൊണ്ട് എന്തുകൊണ്ട് ഇത്രയധികം സസ്യജാലങ്ങൾ ഇതിൽ മുളക്കുന്നു എന്ന ഒരൊറ്റ സംഗതി ചിന്തിച്ചാൽ മാത്രം അവർക്ക് അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്കും അവൻ്റെ സകല കഴിവുകളിലേക്കും എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ വാസ്തവത്തിൽ ഈ സസ്യോൽപാദന പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ വലിയ മഹത്തായ ഒരു പ്രതിഭാസമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരുപാട് അതിമഹത്തായ ഒരു യുക്തിയും ശക്തിയുമൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഭൂമിയുടെ ഈ യാഥാർത്ഥ്യം ഒന്ന് എടുത്ത് ചിന്തിച്ച് നോക്കുക. അതിൻ്റെ നിർമ്മിതിയിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങൾ ശരിക്കും ഭൂമിയിൽ അങ്ങനത്തെ ഭൂമിയുടെ നിർമ്മിതിയിൽ ഭൂമിയുടെ മണ്ണ് ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ സസ്യങ്ങൾ ഇങ്ങനെ സ്വയം വളർന്നു വരാനുള്ള ഒരു ശക്തിയും ആ ഭൂമിക്കില്ല എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂമിയിലെ ഓരോ മൂലകങ്ങൾ അല്ലെങ്കിൽ ഓരോ ഘടകങ്ങൾ വ്യത്യസ്തമായി എടുത്ത് പരിശോധിച്ചാലും അങ്ങനെ ഒരു ശക്തി അതിനില്ല എന്ന് കാണാൻ സാധിക്കും. ഭൂമിയുടെ ആ വിവിധ ഘടകങ്ങളെ നമ്മളൊന്ന് കൂട്ടി പരിശോധിച്ചാൽ ഈ ജീവനില്ലാത്ത ഈ മണ്ണിൽ നിന്ന് സസ്യോൽപ്പന്നങ്ങളുടെ ജീവിതം എങ്ങനെ ഉടലെടുത്തു, ഇത് വാസ്തവത്തിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഒന്നാമതായി ഭൂമിയിലെ ചില പ്രത്യേക ഭാഗങ്ങളിൽ ഇതിൻ്റെ മണ്ണിൻ്റെ മുകൾ തട്ടിൽ സസ്യങ്ങൾക്ക് ആഹാരമാകാൻ പാകത്തുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ അടങ്ങിയ ഒരു മണ്ഡലം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂമിയുടെ ശരിക്കും ആദ്യത്തെ ഒരു ലെയർ എന്ന് പറയുന്നത് സസ്യങ്ങൾക്ക് സ്വയം തന്നെ അവയുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ആഹാര പദാർത്ഥങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമുണ്ട്. അപ്പോൾ സസ്യങ്ങളുടെ വേരുകൾ പടർന്ന് ആഹാരം വലിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ മേഖലയെ അള്ളാഹു മൃദുലമാക്കി. അതുകൊണ്ടാണ് സസ്യങ്ങളുടെ തണ്ടുകൾ അത് തുളച്ച് പുറത്തേക്ക് വരുന്നത്. രണ്ടാമതായിട്ട് ആഹാര പദാർത്ഥങ്ങൾ വെള്ളത്തിൽ ലയിക്കുകയും സസ്യങ്ങളുടെ വേരുകൾക്ക് അവ വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ജലസഞ്ചാരത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അപ്പോൾ ഈ ഭൂമിയുടെ പ്രതലത്തിലൂടെ വെള്ളം ഇങ്ങനെ സഞ്ചരിക്കുകയും ആ സഞ്ചരിക്കുന്ന വെള്ളത്തിൻ്റെ അവസ്ഥയിൽ നിന്നാണ് വേരുകൾ ഈ സസ്യങ്ങൾക്ക് വേണ്ട ആഹാരങ്ങൾ വലിച്ചെടുക്കുന്നത്. മൂന്നാമതായിട്ട് അന്തരീക്ഷത്തിൽ വായു സജ്ജീകരിച്ചു. അത് മുകളിൽ നിന്നുള്ള വിപത്തുകളിൽ നിന്ന് ഭൂമിയെ സംരക്ഷിക്കുകയും മഴ വർഷിക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ വായുവിൻ്റെ ഒരു പ്രതലം നമുക്ക് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതുപോലെ മഴ പെയ്യുന്നതിനുള്ള ഏർപ്പാടുകൾ അള്ളാഹു ചെയ്തു വെച്ചത് കണ്ടാലും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാലും അത് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സസ്യങ്ങളുടെ ജീവിതത്തിനും വളർച്ചയ്ക്കും അനിവാര്യമായ വാതകങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഈ വായു പ്രതലത്തിൽ. നാലാമതായി സസ്യങ്ങൾക്ക് ആവശ്യമായ അനുപാതത്തിൽ ഊഷ്മാവും അനുയോജ്യമായ തോതിൽ മഴയും സിദ്ധിക്കുന്ന രൂപത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ളൊരു ബന്ധം ക്രമപ്പെടുത്തി. ഇത്തരം ഒരുപാട് കാരണങ്ങളുടെ സമുച്ചയങ്ങളാണ് വാസ്തവത്തിൽ ഭൂമിയിൽ സസ്യോൽപാദനത്തിനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തീർക്കുന്നത്. ഈ ഒരുപാട് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കിയ ശേഷമാണ് സസ്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഈ ഭൂമിയിലെ വെള്ളം, വായു, കാലാവസ്ഥ ഇതൊക്കെ ലഭ്യമാകുമ്പോൾ മാത്രമേ അതും ഒരു വ്യക്തമായ അളവിൽ കൃത്യമായ തോതിൽ അവക്കുണ്ടാകുമ്പോൾ മാത്രമാണ് ഭൂമിയിൽ സസ്യജീവൻ തുടിക്കാൻ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് ഇതിനൊക്കെ പുറമെ ഓരോ സസ്യത്തിലും അവയുടെ വർഗത്തിൽപ്പെട്ട മറ്റ് സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പറ്റുന്ന ബീജങ്ങൾ അതേ സസ്യങ്ങളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നിക്ഷേപിച്ചു. അപ്പോഴാണ് ആ സസ്യങ്ങൾക്ക് മനുഷ്യർക്ക് വേണ്ട ഭക്ഷണം,
മരുന്ന്, വസ്ത്രം തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ ഈ സസ്യങ്ങൾ നിറവേറ്റി തരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ സസ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇത്തരം ആവശ്യങ്ങളൊന്നും മനുഷ്യന് പൂർത്തീകരിക്കുക സാധ്യമല്ല. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഇത്തരം അവസ്ഥകളൊക്കെ വളരെ ആസൂത്രിതമായി അല്ലാതെ ഉണ്ടാവുന്നില്ല. യാദൃച്ഛികമായി ഇതുണ്ടാകുന്നു, ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നിലനിന്നു പോകുന്നതാണ് എന്ന് പറയുന്നത് മന്ദബുദ്ധികളല്ലാതെ പറയുകയില്ല. ശരിക്കും വളരെ വ്യക്തമായി ഇതിൻ്റെ പിന്നിലൊരു ആസൂത്രണം നമുക്ക് കാണാൻ, അതിൻ്റെ പിന്നിലൊരു ശക്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സമ്പൂർണ്ണ യോജിപ്പുകളെല്ലാം ഒരിക്കലും ഒരു വ്യവസ്ഥയുടെ ഫലമായിട്ടല്ലാതെ ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല, ഇത് അനേക ദൈവങ്ങളുടെ ഒരു പ്രവർത്തനമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത ദൈവങ്ങൾ ഇത്രയധികം ഏകോപനത്തോടു കൂടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് തന്നെ മനുഷ്യന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരൊറ്റ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ഇത്ര സമഗ്രമായി, ഇത്ര വ്യവസ്ഥാപിതമായി, ഇത്ര ആസൂത്രിതമായി ഇതിനെ സൃഷ്ടിച്ചത് ഒരൊറ്റ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു ചോദിക്കുന്നു, അഫലാ യഷ്കുറൂൻ, അവർ എന്തുകൊണ്ട് നന്ദി കാണിക്കുന്നില്ല? അതായത് ഏതൊരു ദൈവം അവർക്ക് ഇത്രയേറെ ജീവിത വിഭവങ്ങളും സാധന സാമഗ്രികളുമൊക്കെ അവർക്ക് സമർപ്പിച്ചുവോ, എന്നിട്ട് അവന് നന്ദി കാണിക്കാതിരിക്കുകയും അവൻ്റെ അനുഗ്രഹങ്ങളെ ആസ്വദിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് നന്ദി കാണിക്കുകയും ചെയ്യാൻ മാത്രം നിങ്ങൾ നന്ദി കെട്ടവരാണോ? അവൻ്റെ മുന്നിൽ തലകുനിക്കാതെ വെറും ഒരു പുൽക്കൊടി പോലും സൃഷ്ടിക്കാത്ത വ്യാജ ദൈവങ്ങൾക്കാണോ മനുഷ്യൻ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൽ പറഞ്ഞ മറ്റൊരു സംഗതി, മനുഷ്യനെയും അതുപോലെ തന്നെ മറ്റ് ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംഗതികൾക്കും അതുപോലെ നിങ്ങൾക്കറിയാത്ത സംഗതികൾക്കും ഇണകളെ സൃഷ്ടിച്ചു. സുബ്ഹാനല്ലദി ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാ വസ്തുക്കളിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചു. അത് നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിലുള്ള ജീവനുള്ള വസ്തുക്കളും അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കൾക്കുമൊക്കെ ഇണകളുണ്ട്. സ്ത്രീയും പുരുഷനുമാകുന്ന ഇണയിൽ നിന്നാണ് മനുഷ്യജന്മം ഉടലെടുക്കുന്നത്. അതുപോലെ സകല ജീവജാലങ്ങളും അങ്ങനെ സ്ത്രീ പുരുഷ സംഗമത്തിലാണ്. സസ്യലതാദികളിലും ഈ ഒരു തത്വമുണ്ട്. അതുപോലെ നിർജീവമായ പദാർത്ഥങ്ങൾ, അത് പരസ്പരം സന്ധിച്ചാൽ വ്യത്യസ്ത വസ്തുക്കൾ ഉടലെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പദാർത്ഥങ്ങളുടെ അടിസ്ഥാന ഘടന തന്നെ പോസിറ്റീവും നെഗറ്റീവുമാവുന്ന വൈദ്യുത ശക്തിയുടെ പരസ്പര ബന്ധത്തിൽ അധിഷ്ഠിതമാണ്. ഇങ്ങനെ പ്രപഞ്ചം മുഴുവൻ ഒരു ഇണചേർക്കൽ പ്രക്രിയയിൽ അടങ്ങിയിട്ടുണ്ട്. പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ ഉത്ഭവിക്കുന്നതിന് ഇങ്ങനത്തെ ഒരു ഇണചേർക്കൽ പ്രക്രിയ നടന്നിട്ടുണ്ട്. അത് മഹത്തായ ഒരു യുക്തിയും അതുപോലെ തന്നെ സൂക്ഷ്മവശങ്ങളും നിഗൂഢതകളുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പ്രതിഭാസമാണ്. ഇനി ഇവിടെ ചിലപ്പോൾ ചില ആളുകൾ അതിന് സംശയിക്കാം, എല്ലാ വസ്തുക്കളും ഒന്നും ഇണകളല്ലാത്ത സംഗതികളുണ്ട്. അപ്പോൾ ഈ പദം അതിനും പറ്റിയതാണ്. അസ്വാജ് എന്ന് പറഞ്ഞാൽ വെറും ഇണകൾക്ക് മാത്രമല്ല പറയാം, ഒരു ഗ്രൂപ്പിനും പറയാൻ സാധിക്കും. വകുന്തും അസ്വാജൻ സലാസ എന്ന് സൂറത്തുൽ വാഖയിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 3 വിഭാഗങ്ങളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു കൂട്ടത്തെക്കുറിച്ചും നമുക്ക് ആ അർത്ഥത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. വെറും ഇണകൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല എന്നർത്ഥം. എന്നിട്ട് പറയണം അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇവൻ അങ്ങനെയുള്ളവൻ പരിശുദ്ധനാകുന്നു. സുബ്ഹാൻ, ശരിക്കും സുബ്ഹാൻ അല്ലാഹ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവൻ എല്ലാവിധ ന്യൂനതകളിൽ നിന്നും പോരായ്മകളിൽ നിന്നും മുക്തനായവൻ എന്നാണ്. അപ്പോൾ ഇത്തരം ഇണകളെ നിങ്ങളുടെ ഈ ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിലും നിങ്ങളുടെ മനുഷ്യവർഗത്തിലും നിങ്ങൾ അറിയാത്ത പല സംഗതികളിലും സൃഷ്ടിച്ച അവൻ പരിശുദ്ധനാകുന്നു. അവൻ എല്ലാ പിഴവുകളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും മുക്തനാകുന്നു. അവനൊരു പങ്കാളിയോ സഹകാരിയോ ഉണ്ടാകാവതല്ല. ബഹുദൈവാരാധകർ പറയുന്ന ഇത്തരം വിശ്വാസങ്ങളെ പൂർണ്ണമായും ഖണ്ഡിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഇത്തരം പ്രയോഗങ്ങൾ ഒരുപാട് സ്ഥലത്ത് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇങ്ങനെ ഒരു ബഹുദൈവത്തെ മറ്റൊരു ദൈവത്തെ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെന്തോ കുറവുണ്ട് എന്നതാണ്. അള്ളാഹുവിനെന്തോ ന്യൂനതയുണ്ട്. അത് കവർ ചെയ്യാൻ മറ്റൊരു ദൈവം, ഏതെങ്കിലും ശക്തിക്ക്, മഴയ്ക്കൊരു ദൈവം, വായുവിന് വേറൊരു ദൈവം, അഗ്നിക്ക് വേറൊരു ദൈവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ സംഗതികളൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന്, സർവശക്തനായ സർവ ലോകത്തെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് എന്തോ ചെയ്യാൻ സാധിക്കാത്ത ഒന്ന് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അവൻ്റെ ഒരു ന്യൂനതയായിട്ടാണ് ഈ പറയുന്ന ആളുകൾ ശരിക്ക് അതിനെ അല്ലെങ്കിൽ അവർ ആ ഒരു അർത്ഥത്തിലാണ് ആ വിശ്വാസം ഉടലെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ
അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടികളുടെ ഈ മഹത്വത്തെ എണ്ണി പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അവൻ ഇത്തരം ന്യൂനതകളിൽ നിന്ന് പരിശുദ്ധനാണ്. തൻ്റെ ദിവ്യത്വത്തിൽ മറ്റാരെയെങ്കിലും പങ്ക് ചേർക്കാൻ അല്ലെങ്കിൽ പങ്കെടുപ്പിക്കാൻ അവൻ അള്ളാഹു നിർബന്ധിതനാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. മറിച്ച് അള്ളാഹുവിൻ്റെ വ്യവസ്ഥയിൽ കൈകടത്താൻ മാത്രം ശക്തരായ ആരും തന്നെയില്ല. അള്ളാഹുവിന് നമ്മുടെ മനുഷ്യർ ഭരിക്കുന്നത് പോലെ ഒരു രാജാവ്, ആ രാജാവിന് കുറേ മന്ത്രിമാർ, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്ക് കുറേ മന്ത്രിമാർ, ഒരു പ്രസിഡൻ്റ്, ആ പ്രസിഡൻറ്റിന് ഒരു കൗൺസിലും ഒരു ജുഡീഷ്യറിയും ഒരു എക്സിക്യൂട്ടീവും ഒക്കെ, ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടതില്ല. മറിച്ച് അവൻ ഒറ്റയ്ക്ക് ഇത്തരം സംഗതികളെ സൃഷ്ടിക്കാനും നിലനിർത്താനും അതിനെ കൈകാര്യം ചെയ്യാനും ഒക്കെ മതിയായവനാണ്. ബഹുദൈവ വിശ്വാസികൾ ആരോപിക്കുന്ന ഇത്തരം എല്ലാ ന്യൂനതകളിൽ നിന്നും, വൈകല്യങ്ങളിൽ നിന്നും, ബലഹീനതകളിൽ നിന്നുമൊക്കെ അള്ളാഹു മുക്തനും പരിശുദ്ധനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പലയിടത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദൃഷ്ടാന്തം അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിനും അവൻ്റെ കഴിവുകൾക്കുമുള്ള തെളിവുകളായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയുടെ സൃഷ്ടിപ്പും അതിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെക്കുറിച്ചും മറ്റുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ആ അർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഗുണവിശേഷങ്ങളെ മനസ്സിലാക്കുവാനും അങ്ങനെ അതിൻ്റെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അള്ളാഹുവിനോടുള്ള അടിമത്വവും അനുസരണവും ജീവിതത്തിലുടനീളം പാലിക്കുവാനും നമുക്കേവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.